സുരേഷ് ഗോപി എം പിയെ പരിഹസിച്ച് ഓർത്തഡോക്സ് സഭ തൃശൂർ മെത്രാപ്പൊലീത്ത യുഹാനോൻ മാർ മിലാത്തിയോസ്. കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്ത വിഷയത്തിലും ഒഡീഷയിൽ കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ നടന്ന ആക്രമണത്തിലും പ്രതികരിക്കാത്തതിലാണ് പരിഹാസം. ഞങ്ങൾ തൃശൂറുകാർ തെരഞ്ഞെടുത്ത് ഡൽഹിക്ക് അയച്ച ഒരു നടനെ കാണാനില്ല, പോലീസിൽ അറിയിക്കണമോ എന്ന ആശങ്കയാണെന്നായിരുന്നു പരിഹാസം. വിവരങ്ങൾ നൽകാൻ ശരത് ഓങ്കലൂരുണ്ട്. ശരത്ത്, ഈ ഛത്തീസ്ഗഡിലെ ഈ മതപരിവർത്തന വിഷയത്തിലും അതുപോലെ തന്നെ ഇപ്പോൾ ഒഡീഷയിലുണ്ടായ വിഷയത്തിലും സുരേഷ് ഗോപി ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് വരുന്നില്ല. ഒപ്പം തന്നെ ഒരു വൈദികനെ കണ്ടാൽ അത് മതപരിവർത്തനമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹമാണ്. അതിനെതിരെ പ്രതികരിക്കാൻ സുരേഷ് ഗോപി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പരിഹാസം അത് സ്വാഭാവികമാണ്. തീർച്ചയായിട്ടും വർഷ, ഈ പരിഹാസം വളരെ സ്വാഭാവികമായിട്ടാണ്. യുഹാനോൻ മാർ മിലാത്തിയോസ് ഫേസ്ബുക്കിലാണ് ഇത്തരത്തിലൊരു പരിഹാസ രൂപേണ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുള്ളത്. അത് അദ്ദേഹം കൃത്യമായി പറയുന്നത്, ഞങ്ങൾ തൃശ്ശൂർക്കാർ തെരഞ്ഞെടുത്ത് ഡൽഹിക്ക് അയച്ച ഒരു നടനെ കാണാനില്ല, പോലീസിൽ അറിയിക്കണോ എന്നൊരു ആശങ്ക എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ക്രൈസ്തവ ആരാധനാലയങ്ങളും ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെയും നിരന്തരമായി കണ്ട് വോട്ടഭ്യർത്ഥിക്കുകയും അവരുടെ പിന്തുണ തേടുകയും ചെയ്ത ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപി എം പി ആണ്. സുരേഷ് ഗോപി എം പി ആയിട്ട് പോലും ഈ തൃശ്ശൂരിൽ പോലും ഇത്തരത്തിൽ ക്രൈസ്തവർക്ക് മലയാളികളായിട്ടുള്ള കന്യാസ്ത്രീകൾക്കും വൈദികർക്കും എതിരെയുള്ള ആക്രമണങ്ങളിൽ പോലും ഒരു പരസ്യ പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. എം പി ആണ് അദ്ദേഹം, കേന്ദ്രമന്ത്രിയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഓർത്തഡോക്സ് സഭയുടെ തൃശൂർ മെത്രോപൊളിത്തയായിട്ടുള്ള യുഹാനോൻ മാർ മിലാത്തിയോസ് ഇത്തരത്തിലൊരു പരിഹാസ രൂപേണയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. വർഷ. ശരി, ശരത്ത് ഓങ്കലൂരാണ് വിവരങ്ങൾ നൽകിയത്.